11 കൊല്ലത്തെ പിണക്കം മറന്ന് NSS ആസ്ഥാനത്ത് രമേശ് ചെന്നിത്തല എത്തി. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനം അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പെരുന്നയിലെത്തിയ രമേശ് ചെന്നിത്തല NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി ആദ്യം ചർച്ച നടത്തി. പറയാനുള്ളത് വേദിയിൽ താൻ പറയുമെന്നായിരുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തല ആദ്യം പ്രതികരിച്ചത്. 11 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എന്ത് പറഞ്ഞത്? എന്ത് പറയല്ലോ അവിടെ. ുമായി പെരുന്നയിൽ നിന്നും ടോബി ജോൺസണും മനീഷ് മഹിമാലും തത്സമയം ചേർന്നു. ആദ്യം ടോബിയിലേക്ക്. ടോബി, രമേശ് ചെന്നിത്തല വളരെ ആഹ്ലാദഭരിതനെന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല NSSുമായുള്ള പിണക്കം മാറ്റണമെന്ന് അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ ഉപദേശകർ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ തന്നെ ഉപദേശം നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഫലവത്തായി എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അതിഥിയുടെ റോളിൽ വരാൻ ക്ഷണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉദ്ഘാടകൻ്റെ റോളിലേക്ക് മാറിയിരിക്കുന്നു. പറയൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാഷയിൽ തന്നെ ഉണ്ട് എത്രത്തോളം സന്തോഷമുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ. ഏകദേശം 11 വർഷം നീണ്ട ഒരു അകൽച്ചയായിരുന്നു, അതിന് അവസാനമായിരിക്കുന്നു. സാധാരണ ഈ മന്നം ജയന്തി നടക്കുമ്പോഴും അല്ലെങ്കിൽ NSSലെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴും ഈ സമാധിയിൽ വന്ന് പുഷ്പാർച്ചന നടത്തി മടങ്ങുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി രമേശ് ചെന്നിത്തല ചെയ്തിരുന്നത്. നമ്മൾ പല വർഷവും ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അത് കണ്ടിട്ടുമുള്ളതാണ്. നേരിട്ട് കയറി സുകുമാരൻ നായരെ കാണാൻ പോലും അദ്ദേഹത്തിന് ഈ തിരക്കിനിടയിൽ സാധിക്കാറില്ലായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഒരു മുഖ്യ അതിഥിയായി ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഏത് സാഹചര്യമാണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപാണ്. നേരത്തെ നാം എടുത്തു പറയേണ്ട ഒരു കാര്യം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിനു ശേഷം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് ശേഷം സതീശൻ വിഭാഗത്തിന് വലിയൊരു മേൽക്കൈ നേടിയിരുന്നു. പ്രത്യേകിച്ചും യുവ നേതാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് VD സതീശൻ നടത്തുന്ന ആ ഒരു നീക്കം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതം ഒരു വലിയ ട്വിസ്റ്റ് എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പിന്തുണയുമായി NSS മുന്നോട്ട് വരുന്നത്. ഒരു പിന്തുണയല്ല, അദ്ദേഹത്തെ ഒരു മുഖ്യ അതിഥിയായി ക്ഷണിച്ച് ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഈ മന്നം ജയന്തി 148ാമത്തെ മന്നം ജയന്തിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു. അതായത് പണ്ട് നമുക്കറിയാവുന്ന പോലെ 2013 ആ സമയത്താണെന്ന് തോന്നുന്നു ഈ താക്കോൽ സ്ഥാനം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് ഒരു താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്ന് സുകുമാരൻ നായർ പറഞ്ഞതാണ് ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കുമോ എന്ന് പറഞ്ഞ് ഒരു സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തള്ളിപ്പറയുകയായിരുന്നു ആ ഒരു പ്രസ്താവനയെ. എന്തായാലും ആ ഒരു പിണക്കം മാറിയിരിക്കും. അതിനുശേഷം ഈ 11 വർഷത്തോളം വലിയ സഹകരണമില്ലാതെ നിന്നിരുന്ന ഇരുവരും ഒത്തുചേർന്നിരിക്കുന്നു. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി നിർണായകമായിട്ടുള്ളത് ഈ പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളന വേദിയിലേക്ക് അല്പസമയം മുമ്പ് സുകുമാരൻ നായർ തിരിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ സജ്ജീകരിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ഈ സമ്മേളന വേദിയിലേക്ക് അദ്ദേഹം എത്തും. അതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലാണ് ഞാനുള്ളത്. ഈ ഗസ്റ്റ് ഹൗസിൽ NSSന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെ വിശദാംശങ്ങളുമായി ചേരുന്നു മനീഷ്. യഥാർത്ഥത്തിൽ NSS ചടങ്ങിൻ്റെ വേദിയിലേക്ക് G. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി എത്തിക്കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും അല്പസമയത്തിനകം വേദിയിലേക്ക് വരും. അദ്ദേഹം പെരുന്നയിൽ എത്തിയിട്ട് കുറച്ചു നേരമായി. ആദ്യം NSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇരുവരും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആദ്യം അല്പസമയത്തിനകം മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മന്നത്ത് ആചാര്യൻ്റെ സ്മരണകൾ ഇരമ്പി നിൽക്കുന്ന സമ്മേളന വേദിയിലേക്ക് അല്പസമയത്തിനകം ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തല വരും. മനീഷ് മഹിവാൽ വീണ്ടും ചേരുകയാണ്. മനീഷ്, വിവരങ്ങൾ. രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ഈ മന്നം ജയന്തി സ്മാരക സമ്മേളനം ഇവിടുത്തെ ഈ ആഘോഷ പരിപാടികൾക്ക്. ഇതിൽ കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പുനഃസംഘടന യോഗത്തിന് നടക്കുന്ന സമയത്ത് NSS സ്വീകരിക്കുന്ന അവരുടെ നിലപാട്, അതായത് ഒരേ ദൂരം എല്ലാവർക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളോടും കാണിക്കുന്ന ഒരേ ദൂരം, പക്ഷേ നേതാക്കളോട് പലപ്പോഴും ഓരോ സമ്മേളന സമയത്തും ജയന്തി സ്മാരക പരിപാടികളിലേക്ക് ഉദ്ഘാടകനായി വിളിക്കുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇത്തവണ അത് രമേശ് ചെന്നിത്തലയെ മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കാർക്കും BJPയിലോ കോൺഗ്രസിലെയോ നേതാക്കൾക്കാർക്കും വ്യക്തിപരമായി ഈ വേദിയിലേക്ക് ക്ഷണമില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തി മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി, സമാധി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങിപ്പോയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്.